ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാർഷിക പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. അപ്പോൾ മാതൃകാ ചോദ്യപേപ്പറും ഉത്തരങ്ങളും. അപ്പോൾ എല്ലാവരും 3ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉത്തരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. മാതൃകയായിട്ട് നമ്മളിത് ചെയ്യുക. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് പഠിക്കുക, ആ ഭാഗം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ. ക്ലാസ് 3 EVS ആണ്, ആനുവൽ എക്സാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. എൻവയോൺമെന്റൽ സയൻസ് ആണ്. നമുക്ക് 6 ആക്ടിവിറ്റി ആയിട്ടാണ് ചോദ്യങ്ങൾ ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, 2 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അതെല്ലാം നിങ്ങൾക്ക് അറിയണതാണ്, അതൊന്നും ടീച്ചർ വീണ്ടും പറയില്ല. അപ്പം നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. വ്യത്യസ്ത തരം സസ്യങ്ങൾ, പ്ലാന്റ്സ് അല്ലേ. Don't you know that plants around us are classified into herbs, shrubs and trees? നിങ്ങൾക്കറിയാമോ നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളെ ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ഹെർബിൻ്റെ സവിശേഷത, ഷ്രബിൻ്റെ സവിശേഷത, ട്രീസിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹെർബ്? ഹെർബിൽ ഒരു പോയിന്റ് അവർ തന്നിട്ടുണ്ട്, നോട്ട് സോ ടോൾ, ഉയരം ഉണ്ടാവില്ല. ആൻസർ ഒന്നും കൂടി എഴുതണം, സോഫ്റ്റ് സ്റ്റെം. ഷ്രബ് ആണെങ്കിൽ ഹാർഡ് സ്റ്റെം ആയിരിക്കും, മീഡിയം സൈസ്. ട്രീസ് ആണെങ്കിലോ വെരി ഹാർഡ് സ്റ്റെം, ലോങ് ലൈഫ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ എഴുതുക. ഫീച്ചേഴ്സ്, അപ്പോൾ വെള്ളത്തിൽ കാണുന്ന പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ 2 ഫീച്ചറെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ലാർജ് ലീവ്സ് ആയിരിക്കും. നിങ്ങൾ താമര, ലോട്ടസ് ഒക്കെ കണ്ടിട്ടില്ലേ? ലോട്ടസിൻ്റെ ഇലയൊക്കെ വളരെ വലുതായിരിക്കും. അതേപോലെ എ വാക്സ് ലൈക്ക് കോട്ടിംഗ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. അതായത് ലീവ്സിലും സ്റ്റെംസിലും ഒക്കെ, ഇലയിലും തണ്ടിലും ഒക്കെ ഒരു മെഴുകു പോലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. താമരയുടെയൊക്കെ ഇല വലിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തണ്ട് നല്ല മെഴുമെഴുകാന്നുണ്ടാവും. ഇലയും അതുപോലെ തന്നെ ഭയങ്കര മെഴുകു പോലെ ഉണ്ടാവും, വാക്സ് പോലെ. അടുത്ത ചോദ്യം വരുന്നത് പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ ശരിയായ അവിടെ നേരെ ഒരു ടിക്ക് ഇടുക എന്നതാണ് കേട്ടോ. ആദ്യത്തെ റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ, ശരിയാണ്. അടുത്തത് ഓൾ പ്ലാന്റ്സ് ബ്ലൂം, അത് ശരിയല്ല. അത് 4മത്തെയാണ് ശരി കേട്ടോ. ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ എ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്, ബാക്കി 2ഉം തെറ്റാണ്. ആക്ടിവിറ്റി 2 നോ അവർ ഫുഡ്, നമ്മുടെ ഫുഡ് അല്ലേ. അമ്മു പ്രിപ്പയർഡ് ദ ഫോളോവിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദിയർ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീരിയൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് ഓരോന്നും ക്ലാസിഫൈ ചെയ്യണം. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, സീരിയൽസ് ഇതിപ്പോൾ മിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ ബോക്സിലുള്ളതൊന്നും കറക്റ്റ് അല്ല, നമ്മൾ കറക്റ്റായിട്ട് താഴെ എടുത്ത് എഴുതണം. തന്നിരിക്കുന്നതിൽ ഫ്രൂട്ട്സ് grapes, orange, apple. Vegetables ladies finger, cucumber, brinjal. Cereals ഏതൊക്കെയാ? rice, maize. Okay, wheat. Why do we include variety of food items in our diet? Prepare a note. നമ്മൾ എന്തിനാണ് നമ്മുടെ ഫുഡിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരേ ടൈപ്പ് ഓഫ് ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത്? നിങ്ങൾ കുറേ ഫ്രൂട്ട്സ് മാത്രമാണോ ഡെയിലി കഴിക്കുന്നത്? അതോ കുറേ ചോറ് മാത്രമാണോ നമ്മൾ കഴിക്കുന്നത്? അതോ കുറേ വെജിറ്റബിൾസ് മാത്രമാണോ? ഒന്നും മാത്രമല്ല അല്ലേ, നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ കഴിക്കാറ്? അതെ അല്ലേ. നിങ്ങളാണെങ്കിലും ഒരു ദിവസം പലതരം ഭക്ഷണം കഴിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത്, ഒരേ ഭക്ഷണം കഴിക്കാണ്ട് വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. ആ 2 പിന്നെ കൂടുതലുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് പോവാവുന്നതാണ് കേട്ടോ. അതൊരു ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ആൻസേഴ്സ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ആക്ടിവിറ്റി 3 വെറൈറ്റി ക്ലോത്തിങ്.
A എന്താ? Tanu and his father came to a textile shop to buy clothes. Summer season is coming. Which is the most suitable cloth for summer season? അപ്പോൾ തനുവും അച്ഛനും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നു. സമ്മർ ആണ് അല്ലേ, വെയിലാണ്, ചൂട് കാലമാണ്. അപ്പോൾ ചൂട് കാലത്ത് ഏറ്റവും നല്ല നമുക്ക് ഇടാൻ വിയർ ചെയ്യാൻ നല്ല ഡ്രസ്സ് ഏതാ? കോട്ടൺ ഉള്ളതാണ് കേട്ടോ, കോട്ടൺ ക്ലോത്ത് ആണ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത് യു വിയർ ഇൻ സമ്മർ സീസൺ. അപ്പോൾ വെയിൽ കാലത്ത് നമ്മൾ വിയർ ചെയ്യുന്ന ക്ലോത്ത്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? They should absorb moisture quickly. They should be interweave gap to ensure flow of air. They should be light colors. Which dress is made using the fur of sheep to survive cold? അപ്പോൾ നമ്മൾ ഈ ചെമ്മരിയാടിൻ്റെ തോല് കൊണ്ട് നമ്മൾ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഡ്രസ്സ് ഏതാണ്? അതിൻ്റെ പേര് വുള്ളൻ ക്ലോത്ത്സ് ആണ് കേട്ടോ. Activity 4, different types of jobs ആണ്. Find out the different types of jobs associated with the construction of houses. Carpentry, construction of walls, വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. കാർപ്പൻട്രി ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ബേസ്മെന്റ് ഉണ്ട്, പ്ലാസ്റ്ററിംഗ് ഉണ്ട്. അടുത്തത് സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ? സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണ്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ പൊതുസ്ഥാപനമാണ്. വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ? സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് ലഭിക്കുന്നത്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സോഷ്യൽ സ്കിൽസ്. ഓക്കെ, അടുത്തത് put a tick against the public institution that helps in money transaction. പൈസയുമായി റിലേറ്റ് ചെയ്ത് മണി ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു പൊതുസ്ഥാപനം ഏതാണ്? ബാങ്ക് ആണ് കേട്ടോ. ബാങ്കിലല്ലേ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നത്. ആക്ടിവിറ്റി 5, മൈ ലാൻഡ് കേരള. Observe the map of Kerala, find out the features of the given districts and complete the table. കേരളത്തിൻ്റെ താഴെ തന്നിരിക്കുന്ന മാപ്പ് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ തന്നിരിക്കുന്ന ജില്ലകൾ, ഡിസ്ട്രിക്ട്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഓരോ ജില്ലകളുടെയും സവിശേഷത നമ്മൾ എഴുതണം. കാസർഗോഡ്, ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക, കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. ഇടുക്കിയുടെ പ്രത്യേകത എന്താണ്? ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. പാലക്കാട്, ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് തൃശ്ശൂർ ആൻഡ് മലപ്പുറം, തൃശ്ശൂർ ജില്ലയായും മലപ്പുറം ജില്ലയായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ല. തിരുവനന്തപുരം, ക്യാപിറ്റൽ ഓഫ് കേരള, കേരളത്തിൻ്റെ തലസ്ഥാനം. ഇതുപോലെ വേറെ ജില്ലകളുടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജില്ലകളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നന്നായി പഠിച്ചിട്ട് പോകണം. ബി, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഈസ് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്സ്? ആൻസർ കോട്ടയം. സി എന്താ? ഐ ആം ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഹൂ ആം ഐ? ഞാനാണ് ഏറ്റവും ചെറിയ ജില്ല കേരളത്തിൽ. ആരാണ് ഞാൻ? ആലപ്പുഴ. ആക്ടിവിറ്റി 6 ആണ് വാട്ടർ ആൻഡ് സോയിൽ. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോയിൽ ആർ ഗിവൺ ബിലോ. സോയിലിൻ്റെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ദർ ഇസ് എയർ ഇൻ ദ സോയിൽ, ദർ ഇസ് ബയോമാസ് ഇൻ ദ സോയിൽ, ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ടു പ്രൂവ് ദാറ്റ് ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. അപ്പോൾ സോയിലിൽ, അതായത് മണ്ണിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഒബ്സർവേഷൻ നോട്ട് നമ്മൾ എഴുതണം. അപ്പോൾ എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വാട്ടർ ഇൻ സോയിൽ, മണ്ണിൽ ജലാംശം കണ്ടുപിടിക്കുക. നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? അതിന് കുറച്ച് മണ്ണ് എടുക്കണം ഗാർഡനിൽ നിന്ന്. സോയിൽ ഫ്രം ഗാർഡൻ, ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്, കളക്ട് സോയിൽ ഫ്രം ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes. അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്നോ വീടിൻ്റെ പരിസരത്തു നിന്നോ ഒക്കെ കളക്ട് ചെയ്യണം മണ്ണ്. എന്ത് ചെയ്യുക? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടുക. എന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അടപ്പിടുക, സൺലൈറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കുക. 10 minutes കഴിഞ്ഞിട്ട് നോക്കുക. എന്താ ഒബ്സർവേഷൻ? ട്രേസസ് ഓഫ് വാട്ടർ സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ. ബോട്ടിലിൻ്റെ വശങ്ങളിലെല്ലാം വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇൻഫറൻസസ് എന്താണ്? ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിൽ ജലാംശമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ 6 ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇത് ഇനി ഇതിൽ ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. ആസ് പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ട്രിപ്പ് ടു എ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, അമ്മു ആൻഡ് ഫ്രണ്ട്സ് സോ എ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേഡ് ഓൺ എ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാബ്. We can only survive if the soil is protected from pollution and loss of fertility. മണ്ണിനെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന ബോർഡ് കുട്ടികൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ബി എന്താ, പ്രിപ്പയർ ആസ് പോസ്റ്റർ ടു ഗിവ് അവയർനെസ് ഓൺ ദ നീഡ് ഫോർ പ്രൊട്ടക്ടിങ് സോയിൽ. മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പോസ്റ്റർ തയ്യാറാക്കാനാണ് താഴെ തന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്യാറാക്കാം. ഈ താഴെ തന്നിരിക്കുന്ന പോലെയൊന്നും എക്സാമിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ബോക്സ് വരച്ചിട്ട് ചെറുതായി ഒരു മരത്തിൻ്റെ ചിത്രമൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എഴുതി വെക്കുക. സോയിൽ ദ റൂട്ട് ഓഫ് ലൈഫ്, അവർ ഡ്യൂട്ടി, അവർ ഫ്യൂച്ചർ, റെക്കഗ്നൈസ് ദ നീഡ്, ആക്ട് ടു പ്രൊട്ടക്ട് സോയിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ മോഡൽ എക്സാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരങ്ങൾ കൂടി ഞാൻ ഇതിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങളിത് ചെയ്യാതെ പോവരുത്. നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വൺസ് അഗൈൻ പറയുകയാണ്, അത് നന്നായി പഠിച്ചിട്ട് പോവുക ഭാഗങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ചോദ്യപേപ്പറാണ് നിങ്ങൾ ചെയ്തത്. ഏതെങ്കിലും മലയാളം മീഡിയം കുട്ടികൾ ഇത് കാണുന്നുണ്ട്, മലയാളം മീഡിയം ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ ക്ലാസ്സുകൾ ചെയ്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും 3ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.